ഇനി രാഷ്ട്രീയം വിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. രാഷ്ട്രീയ ചുമതലകളിൽ നിന്നും ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്ന് BJPയോട് അഭ്യർത്ഥിച്ച് ഗൗതം ഗംഭീർ. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച മുൻ ക്രിക്കറ്റ് താരം എക്സിലൂടെയാണ് തന്റെ തീരുമാനം പങ്കിട്ടത്. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് താൻ ആവേശത്തോടെ കളിച്ച കായിക രംഗത്തേക്ക് മടങ്ങാനുള്ള ആവശ്യകതയാണ് ഈ തിരിച്ചുവരവിനെ കുറിച്ച് ഗംഭീർ ചൂണ്ടിക്കാട്ടിയത്. തന്നെ രാഷ്ട്രീയ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാർട്ടി പ്രസിഡന്റ് JP നദ്ദയോട് ആവശ്യപ്പെട്ടതായും കായിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പുതിയ തീരുമാനമെന്നും ഗൗതം ഗംഭീർ പറയുന്നു. ഇതിനു പിന്നിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2024 തെരഞ്ഞെടുപ്പിൽ ഗംഭീറിന് ടിക്കറ്റ് ലഭിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് രാഷ്ട്രീയം വിടാനുള്ള തീരുമാനം ഗൗതം ഗംഭീർ എടുക്കുന്നത്. 2024 പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്തുകൊണ്ടാണ് ഗൗതം ഗംഭീർ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഈസ്റ്റ് ദില്ലി മണ്ഡലത്തിൽ ഗംഭീറിന് വീണ്ടും മത്സരിക്കാൻ BJP സീറ്റ് നൽകില്ല എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. 2019 മാർച്ചിൽ BJPയിൽ ചേർന്ന ഗംഭീർ തുടർന്ന് തലസ്ഥാന രാഷ്ട്രീയത്തിലെ പാർട്ടിയുടെ പ്രമുഖ മുഖമായി മാറിയിരുന്നു. ഈസ്റ്റ് ദില്ലിയെ പ്രതിനിധീകരിച്ച മുൻ ക്രിക്കറ്റ് താരം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6,95,109 വോട്ടിന്റെ ഗണ്യമായ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വരാനിരിക്കുന്ന 2024 തെരഞ്ഞെടുപ്പിൽ ഗംഭീറിന് ടിക്കറ്റ് ലഭിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് രാഷ്ട്രീയം വിടാനുള്ള തീരുമാനമെന്നതും പ്രസക്തമാണ്. എന്തായാലും ഗംഭീറിന്റെ കളിക്കളത്തിലേക്കുള്ള തിരിച്ചുവരവ് ക്രിക്കറ്റിനോടുള്ള സ്നേഹക്കൂടുതൽ മാത്രമാണോ എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അകത്തളത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ തുടക്കമാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.